ഹലോ, ഇന്നൊരു ആലിയ കട്ട് കുർത്തി എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് ഇതുപോലെ രണ്ടായിട്ട് മടക്കുക, അതിൻ്റെ മുകളിലേക്ക് അളവ് ഡ്രസ്സ് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്, ആം ഹോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷോൾഡർ മാർക്ക് ചെയ്തതും ആം ഹോൾ മാർക്ക് ചെയ്തതും യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ കർവ് ചെയ്ത് വരയ്ക്കുക. ഇത് കട്ട് ചെയ്തെടുക്കുക. ഇത് ബാക്ക് പീസാണ് നമ്മൾ ആദ്യം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ലൈനിങ് ആണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നല്ല മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല മെറ്റീരിയൽ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒപ്പം ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ് ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ബാക്ക് പീസ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസിൻ്റെ കട്ട് ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ യോക്കാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു 14.5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അളവിൽ കറക്റ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതിവിടെ ലൈനിങ് ആണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നല്ല തുണിയും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അതേ മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കുക. ഇത് ടോട്ടൽ എൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചാണ്. ഇതിൻ്റെ താഴെ നിന്ന് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ വെച്ചിട്ട് ഒരു 6 ഇഞ്ചിനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കോർണറിൽ നിന്ന് ഈ കോർണർ ടു കോർണർ ഇതുപോലെ തന്നെ വരച്ചെടുക്കുക. ഈ പോർഷൻ കട്ട് ചെയ്തെടുക്കുക. ഇനി സ്കേർട്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. സ്കേർട്ട് പീസിന് മെറ്റീരിയൽ എടുക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ വണ്ണം എത്രയാണോ അതിൻ്റെ ഇരട്ടി തുണി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിവിടെ നമ്മൾ നേരത്തെ 6 ഇഞ്ച് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെയിം മെഷർമെൻറ്റാണ് നമ്മൾ ഇവിടെ എടുത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ 6 ഇഞ്ച് തന്നെയാണ് എടുത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ചില ആൾക്കാർ 5 ഇഞ്ചാണ് ഇവിടെ എടുക്കുക, 6 എടുക്കില്ല. ചില ആൾക്കാർ 4 എടുക്കുക. അപ്പോൾ എത്രയാണോ നമ്മൾ അവിടെ എടുക്കുന്നത് ആ മെഷർമെൻറ്റ് വേണം ഇവിടെയും അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ കോർണർ ടു കോർണർ വരച്ച് കൊടുക്കുക. ഇവിടെ വരയ്ക്കുമ്പോൾ മോടിയിൽ നിന്ന് താഴേക്കാണ് നമ്മൾ വരച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതിലോട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇനി സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് കട്ട് ചെയ്യണം. അപ്പോൾ ലൈനിങ്ങും ഇതേ മെത്തേഡിൽ തന്നെയാണ് കട്ട് ചെയ്യുക. 6 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ കോർണർ ടു കോർണർ ഇങ്ങനെ വരച്ച് കൊടുക്കുക, കട്ട് ചെയ്തെടുക്കുക. ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം അതിൽ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ലൈനിങ് പീസിൽ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇവിടെ നല്ല മെറ്റീരിയലിൽ ഞാൻ പ്ലീറ്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ് പീസ് ഇതിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഈ ഒരു ഏരിയയിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ട് പീസും യോക്ക് പീസും കൂടിയിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യോക്ക് പീസിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. സ്കേർട്ട് പീസിൻ്റെ ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആലിയ കട്ട് കുർത്തി കട്ട് ചെയ്യുമ്പോഴത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. നമ്മൾ സാധാരണ പോലെ നെക്ക് കട്ട് ചെയ്യുക, സ്ലീവ് അറ്റാച്ച് ചെയ്യുക, സൈഡ് അറ്റാച്ച് ചെയ്യുക, അടിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ആ കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ആലിയ കട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുകയെന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.